ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന തൃക്കേട്ട നാളിനെ കുറിച്ചാണ്. രാശി വരുന്നത് വൃശ്ചികം ഇതിലാണ്. ചുവ രാശിയിൽ ബുധൻ രാശിയാണ് വരുന്നത്. വൃശ്ചിക കൂറിലുള്ള ബുധൻ രാശിയിൽ വരുന്ന തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചാണ്. അതിൻ്റെ തൃക്കേട്ടക്കാർക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഈ വീഡിയോയിൽ പറയേണ്ട. ഗുണവും പറയേണ്ട, ദോഷം പറയണ്ട. ഇനി കമൻറ്റ് വന്ന് ഒന്നും പറയട്ടോ. ഗുണവും അതുപോലെ ദോഷം പറയണ്ട. ഇത് ഗണം വരുന്നത് അസുരനാണ്. വൃഷം വരുന്ന ഈട്ടി ആണ്. പക്ഷി വരുന്നത് കോഴിയാണ്. അപ്പൊ ഇവരുടെ പൊതുവായ സ്വഭാവത്തിലേക്ക് പോവാണെങ്കിൽ മുൻകവിയാണെന്നൊക്കെ തോന്നുന്നതും വളരെയധികം നിഷ്കളങ്കരായ പാവം പിടിച്ച ഒരു മനുഷ്യരാണ് ഈ തൃക്കേട്ട നക്ഷത്രത്തിലുള്ള. പക്ഷെ അവർക്ക് നാക്കിന് നിങ്ങൾ ഇച്ചിരി കൂടുതലായി. ആരോടും പറയേണ്ട കാര്യം മുഖത്ത് നോക്കി, അതിപ്പോൾ അച്ഛനായാലും അമ്മയായാലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖത്ത് നോക്കി പറയും. ഇവർക്ക് അങ്ങനെ ഒളിച്ചു വെച്ച് മനസ്സിൽ വേറെ ഒന്ന് വെച്ച് പുറമെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കാനൊന്നും തൃക്കേട്ട നക്ഷത്രത്തിൽ കിട്ടില്ല. ഇവർ എന്താണെന്ന് ആരെയും ചതിക്കാനും ഒന്നും ഇവർ കൂട്ടു നിൽക്കില്ല. ആർക്കും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവരും മുന്നിൽ തന്നെ കാണും. പക്ഷേ ഇവരുടെ വീട്ടുകാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അച്ഛനമ്മ സഹോദരങ്ങളിൽ നിന്നോ യാതൊരു സഹായം ഇവർക്ക് ലഭിക്കില്ല എന്നുള്ളത് വേറൊരു സത്യം. സഹായിക്കുന്നവർ തന്നെ ഇവർ പിന്നിന് കുത്തുന്ന ഒരു സാഹചര്യം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് കണ്ടുവരാറുണ്ട്. എന്നാലും ഒരു കായിക രംഗത്തൊക്കെ ഒറ്റയ്ക്ക് പൊരുതി മുന്നേറുന്ന ഒരു നാളുകാരാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആദ്യം കുറച്ച് വിഷമിച്ചാലും ഇവരുടെ കയ്യിലേക്ക് അത് ദൈവം കൊണ്ടു തരുന്ന പോലെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ ഇവരുടെ കയ്യിലേക്ക് എത്തിച്ച് കൊടുക്കുന്ന ഒരു പോലെ. ഇവരെന്തായാലും അത് കുറച്ച് താമസിച്ചാലും ഇവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുവരെ. ഇനിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും എല്ലാവർക്കും. പിന്നെ ഇവരുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവരാരും ചതിക്കാതെങ്കിലും പിന്നെ ഒരു എന്ത് മുന്നിൽ നിന്ന് നടത്താൻ ഇവർക്കൊരു നേതൃത്വ പാഠവുമുണ്ട്. രാഷ്ട്രീയ രംഗത്തായാലും അതുപോലെ കലാരംഗത്തായാലും. പിന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ കുറെ കുഴപ്പങ്ങൾ ഒക്കെ കണ്ടുവരാനുണ്ട്. വിവാഹ തടസ്സങ്ങൾ അതുപോലെ എല്ലാം ഈ വീട്ടുകാർ പാരവെക്കണതാണ്. വീട്ടുകാരിൽ നിന്ന് ഒരു ഹെൽപ്പും ഉണ്ടാവില്ല, കുടുംബത്തിൽ നിന്ന്. പിന്നെ ഇവരുടെ ഗുണങ്ങൾ ദോഷങ്ങൾ പറയുകയാണെങ്കിൽ ഇവർ എന്തും ഒറ്റയ്ക്ക് നേടുന്നൊരു നാളുകാരാണ്. പിന്നെ ഇവർക്ക് ഒരു ഞാൻ എന്ന അഹംഭാവം എപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷെ അത് കാണിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർ സ്വന്തമാണ് എല്ലാ കാര്യം ചെയ്ത് മുന്നേറി വരുന്നു. അപ്പോൾ പിന്നെ അഹങ്കാരം കാണിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പിന്നെ എന്താ പറയുക, ഒരു 15 വയസ്സ് വരെ ഇവർക്ക് കഷ്ടകാല സമയമാണ്. ശനിയുടെ ഒരു കാലഘട്ടമാണ്. പിന്നെ 15 വയസ്സ് തൊട്ട് ഒരു 28 വയസ്സ് വരെ സാമാന്യ തിരക്കേടില്ല. ജീവിതമൊക്കെ നേരിയ പുരോഗതി ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം തുമ്മൽ
അങ്ങനത്തെ ശരീര രോഗങ്ങൾ, അലർജി രോഗങ്ങളൊക്കെ ഇവർ അടിക്കാറുണ്ട്. പക്ഷെ ഇവരാരെങ്കിലും ചതിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായ, ഇവരാരെങ്കിലും പറ്റിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായ പിന്നെ അവരെ തിരിഞ്ഞ് ഇവർ നോക്കില്ല. ചത്ത കിടന്നാൽ പോലും തിരിഞ്ഞ് നോക്കില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് തൃക്കണ്ണമാണ്. കാരണം അതൊരു ദോഷമാണ്. പിന്നെ ദോഷം എന്ന് പറഞ്ഞാൽ ഇവരാരുടെ മുഖത്ത് നോക്കി എന്ത് വെട്ടി തുറന്നു പറയും. ഒന്നും കള്ളത്തരം ഇവർക്ക് അറിയാൻ പാടില്ല. പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കും. അത് ഇവരെ കുറേ ശത്രുക്കൾ ഒക്കെ, അതിപ്പോൾ ഭാര്യയായാലും അമ്മയായാലും അച്ഛനായ ചേട്ടന്മാരായാലും പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. അത് പറയേണ്ട സമയത്ത് തന്നെ പറയും. അതുകൊണ്ട് ഇവരെ കുറേ ശത്രുക്കളും താന്തോന്നിയും ഒക്കെ ആയിട്ട് ചില ആൾക്കാർ കാണും. അത് ഇവരുടെ നെഗറ്റീവാണ്. പക്ഷെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെന്ത് കാര്യം എടുത്തായാലും അത് വിജയിപ്പിച്ച് ഇവരെ കാണിച്ചു കൊടുക്കും. ഇവരെ കളിയാക്കിയ എല്ലാവരുടെ മുന്നിൽ. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ കൂട്ടായ ബിസിനസ് പുരോഗതി, പിന്നെ ലോട്ടറി ഭാഗ്യം ഒക്കെ വരുന്ന ഒരു വർഷമാണ് ഈ 2026. എന്നും ദർശനവും മിക്ക ദിവസങ്ങളും ശിവൻ്റെ അമ്പലത്തിൽ പോവുക, മാല തുളസിമാലയൊക്കെ സമർപ്പിക്കുക. അതുപോലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തുക, ചാത്തസ്വാമീനെ കൂടെ പിടിക്കുക. ഇതിൽ നല്ല പുരോഗതി ഉണ്ടാവും. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനും എൻ്റെ പൂജയിലും എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളെ ഉൾപ്പെടുത്താം. നാളും വർഷവും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.